നോമ്പിന് ഇഫ്താർ സ്പെഷ്യലായിട്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ പിള്ളേർ. അപ്പോൾ എന്തായാലും മിക്ക ദിവസവും ബിരിയാണിയാണല്ലോ എല്ലാവരും ചെയ്യുക. എന്നാൽ നമുക്ക് ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മസാലയാണ്. മസാലയ്ക്ക് വേണ്ടി കറുകപ്പട്ട, ഏലക്ക, പെരുംജീരകം, സാജീരകമാണ് ഇതിൻ്റെ മെയിൻ. അതുപോലെ തന്നെ ചെറുനാരങ്ങ, നല്ല ജീരകം, ഇതിങ്ങനെ വറുത്ത് പൊടിച്ച് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ബേ ലീഫ് ഉണ്ട് കേട്ടോ. ആ ബേ ലീഫും കൂടി വറുത്ത് പൊടിച്ച് നമ്മൾ ആദ്യം മസാല മാറ്റണം. അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിൽ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതുപോലെ ചിക്കൻ ക്യൂബ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് ഈ മസാലപ്പൊടി ഇടണം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് ഒരു വറവ് എത്തുമ്പോൾ നമ്മൾ സബോള ഇട്ടിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ നന്നായി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ഒഴിക്കുന്നത്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാലയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ഇടില്ല. എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ കണക്കാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടത്. അതായത് 1 കിലോ അരിയാണ്. ഇതിൽ നമ്മൾ അരി ഉപയോഗിക്കുന്നത് സെല്ലാ റൈസാണ്. ഈ സെല്ലാ റൈസ് നമുക്ക് 1,600 1,700 നമുക്ക് വെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് വേവിക്കും. ഇതുപോലെ വെള്ള കളറിൽ ഒരു ഹാഫ് ബോയിൽഡായിട്ട് കിട്ടും. അതിനുശേഷം ചിക്കൻ നമ്മൾ കോരിയെടുത്തതിന് ശേഷം ഈ വെള്ളം നമ്മളൊന്ന് അളന്ന് നോക്കണം ശരിക്ക്. അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം അളക്കുന്നവർക്ക് അളന്ന് നോക്കാം. കറക്റ്റായിട്ട് വെള്ളം വെക്കാൻ അറിയുന്നവർക്ക് അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മേമ്പൊടിയായിട്ട് നമുക്ക് ഇത്തിരി ചെറുനാരങ്ങയും ഇത്തിരി മിൽക്ക് പൗഡറും, ഇതൊക്കെ സ്പെഷ്യൽ ടിപ്പാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് സെല്ലാ റൈസിൻ്റെ നമ്മൾ ഗോൾഡും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് റൈസ് ഉണ്ട്. നമ്മളിപ്പോൾ വൈറ്റ് റൈസാണ് ഇട്ടേക്കണത്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിള വരും. അത് ഒന്നും കൂടി ഇളക്കി നമ്മൾ അരിയുടെ വേവ് നോക്കണം. അരിയുടെ വേവ് നോക്കി ഒരുവിധം ഒരു 3/4 വേവ് ആവുമ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് നോക്കി ഒരു 4 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും വെള്ളം വറ്റി ജസ്റ്റ് അതിൻ്റെ മുകളിൽ നമ്മൾ ദമ്മിടാൻ വേണ്ടി ഈ ഗീ RKG ആണ്. RKG ഗീ ഒഴിച്ചു. 50 ഗ്രാമിൻ്റെയാണ്. ഇത് 1 കിലോ അരിയാണ് നമ്മൾ ഇട്ടേക്കണത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ദമ്മ് ഇടാൻ വേണ്ടി കറക്റ്റായിട്ട് മൂടി വയ്ക്കുക. അതുപോലെ ഇതിൽ നിന്ന് എടുത്തേക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം ഇതുപോലെ നമുക്കുള്ള മന്തി മസാല ഉണ്ടല്ലോ, ആ മന്തി മസാലയിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഓയിലിൽ ഒന്നും കൂടി വറുത്തെടുത്താൽ മാത്രമാണ് പിള്ളേർക്കൊക്കെ ചിക്കൻ ഇഷ്ടമുള്ളൂ. സാധാരണ മജ്ബൂസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കബ്സയിലുള്ള ചിക്കൻ ഇതുപോലെ വേവാത്ത ചിക്കനാണ്. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം.